തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. മോളിസെ മുഖമൊക്കെ ഉറപ്പിച്ചിരിക്കണേ, ആരുടെ പിണങ്ങിയോ? സെൻട്രൽ സ്ക്വയറുള്ള മരവും ചിരി ഒരുമാതിരി ശോകമടിച്ചിരിക്കുന്ന റേയെ നോക്കി റിൻഷ ചോദിച്ചതും അവളെ നിന്ന് നോക്കിയിട്ട് റേ വീണ്ടും വിദൂരതയിലേക്ക് കണ്ണു നട്ടിരുന്നു. എന്താ സംഭവം? ശ്രുതി റേമി മാറി മാറി ചോദിച്ചിട്ടും കുട്ടി മിണ്ടുന്നില്ല. റേയ സൗണ്ട് കേട്ട് റേ ഒഴികെ ബാക്കി മൂന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ട് ആര്യൻ ഒരുമാതിരി നിഷ്കുവാവകളെപ്പോലെ പമ്മി പമ്മി വരുന്നു. ഓഹോ, രണ്ടും പിന്നെയും ഉടക്കിയോ? നിങ്ങൾക്ക് ഇത് തന്നെയാണോ പിള്ളേർ പണി? ഇപ്രാവശ്യം ഞാനല്ല ചേച്ചി തെറ്റുകാരി. ഇനി ഞാൻ ആരോടും പറയുന്നില്ല, ഉപദേശിക്കാനും നമ്മളാരാ? റേ അത് പറഞ്ഞപ്പോഴേക്കും ആര്യരിപ്പോൾ കരയുന്ന മട്ടായി. ഡേ, ഈ സെൻറ്റിൻ്റെയൊക്കെ നിർത്തിയിട്ട് നേരെ വിഷയത്തിലേക്ക് വാ. എന്താ പ്രശ്നം? അതിനല്ലേ ചേച്ചി ഞങ്ങൾ വെറുതെ ഒന്ന് രണ്ടും പറഞ്ഞ് തുടങ്ങിയതാ. റേ എന്തേലും പറയും മുന്നേ ആരും കയറി പറഞ്ഞതും റേ അവളൊന്ന് കൽപ്പിച്ച് നോക്കി. കുറേ ആയാലും നിങ്ങൾ ഈ ഒന്നും രണ്ടും പറഞ്ഞ് വയക്കിടുന്നു. ശരിക്കും എന്താ നീ മൂന്ന് രണ്ട് പറയും? ഞാൻ പറഞ്ഞുതരാം ചേച്ചി, അതുണ്ടല്ലോ. റേ പ്ലീസ്. റേ പറയാൻ സമ്മതിക്കാതെ ആര്യൻ ഇടയിൽ കയറി പറഞ്ഞതും പ്രശ്നം എന്താണെന്ന് പറ പിള്ളേരെ, ചിലപ്പോൾ ഞങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയാലോ എന്ന് റീമയുടെ വാക്കേട്ട് അവൾ സൈലൻ്റായി. പറ റേയ, എന്താ സംഭവം? പ്രശ്നം ഇവളുടെ കസിൻസാണ് ചേച്ചി. ഇവളുടെ അച്ഛൻ്റെ അനിയത്തിയുടെ മകൻ റോഹനോ അങ്ങനെ എന്തോ, അങ്ങനല്ലേ പേര്? ആര്യനെ നോക്കി റേ ചോദിച്ചതും റോഷൻ എന്നവൾ എവിടെയും നോക്കാതെ മറുപടി പറഞ്ഞു. ലെവൻ തന്നെ. ആളൊരു അസല് തമ്മാടിയാണ്. അവൻ്റെ പപ്പയും അമ്മയൊക്കെ അങ്ങ് മുംബൈയിലാണ്. ഇവനും അവിടെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് നാട്ടിലുണ്ട്. അവനാണോ പ്രശ്നം? അവന് മാത്രമല്ല, അവൻ്റെ തലതെറിച്ച ഫ്രണ്ട്സും കൂടിയാണ് പ്രോബ്ലം. ഇവളുടെ അച്ഛൻ ആ പണ്ടാരത്തിൻ്റെ ഭയങ്കര കാര്യമാണ്. ഒരേ ഒരു പെങ്ങളുടെ ഒരേ ഒരു മകൻ അതിൻ്റെതാ. ഇടയ്ക്ക് അവൻ ഇവളുടെ വീട്ടിലേക്ക് വരും. ആദ്യമൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആളുടെ സ്വഭാവത്തിൽ കുറേയൊക്കെ മാറ്റം വന്ന് തുടങ്ങിയത്. അവൻ ഇവളോട് കുറച്ച് റോങ്ങായി ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഈ പൊട്ടിയണൻ ആദ്യമൊക്കെ സഹിച്ച് നിന്നു. അന്നേ ഞാൻ പറഞ്ഞതാണ് ഇവളോട് അവനെ മര്യാദയ്ക്ക് നിർത്തേണ്ടടുത്ത് നിർത്താൻ. അപ്പോൾ ഇവൾ ഭൂമിദേവിയേക്കാൾ സഹനശക്തിയുള്ളവളായി. അവനാണ് ഇവൾ പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കൂടുതൽ വിളയാൻ തുടങ്ങി. അവസാനം സഹിക്കട്ട് ഇവൾ ചെന്ന് അവളുടെ പേരൻസിനോട് പറഞ്ഞു. എന്നിട്ട് അവരെന്താ പറഞ്ഞേ? അവരതിലും വലുത്. സ്വന്തം മോളേക്കാളും വിശ്വാസം അവർക്ക് അവനെയാണ്. കൂടെ അവൻ്റെ വക ഒരു നുണക്കഥയും. ഇവൾക്ക് വേറെ ഏതൊരു ചെക്കനായി കണക്ഷൻ ഉണ്ടെന്നും അതാ റോഷൻ കൈയോടെ പിടിച്ചപ്പം അവൻ മോശക്കാരനാക്കാൻ വേണ്ടി ഇവളെ ഓരോന്ന് മെനഞ്ഞുണ്ടാക്കുന്നതാണത്രേ. അവൻ്റെ ഏതൊരു കൂട്ടുകാരൻ, എന്തായിരുന്നടി അവൻ്റെ പേര്? കെവിൻ. കണ്ണു തുറച്ചുകൊണ്ട് ആരെയും പറഞ്ഞതും കെവിൻ എന്നും പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തു. അവൻ്റെ കൂടെ ഇവൾ നിൽക്കുന്നത്, ബൈക്കിൽ പോകുന്നതും അതുപോലെ എഡിറ്റഡ് പിക്സ് കൂടെ കിട്ടിയതോടെ അവർ പരിശുദ്ധനും ഇവൾ വെറുപ്പ് കെട്ടവളുമായി. ഇവൾ എന്ത് പറഞ്ഞാലും വീട്ടുകാർ വിശ്വസിക്കില്ല. അതും കൂടി ആയതോടെ അവൻ ഇവളെ കൂടുതൽ ഹറാസ് ചെയ്യാൻ തുടങ്ങി. പലതവണ ഞാൻ പറഞ്ഞു ഇവളുടെ പേരൻസിനോട് ഞാൻ സംസാരിക്കാമെന്ന്, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്നൊക്കെ. അതിനൊന്നും ഇവൾ സമ്മതിച്ചില്ല. ഇപ്പതാ അവൻ്റെ കൂട്ടുകാർ വരെ ഇവളെ ടോർച്ചർ ചെയ്യുക. ഇത്രയൊക്കെ പ്രോബ്ലംസ് നിനക്കുണ്ടായിരുന്നോ? എത്രയും പെട്ടെന്ന് ഇത് പോലീസിലോ അല്ലെങ്കിൽ വന്ന് വനിതാ ഹെൽപ്പ് ലൈനിലോ മറ്റോ അറിയിക്കടാ. സംഗതി കൂടുതൽ വഷളാവുന്നതിന് മുന്നേ പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞതാണെന്നറിയോ? എന്നാണെന്ന് എനിക്ക് കലിപ്പ് ലെവൽ വിടുന്നത് അന്ന് ഞാൻ ആ ഡാഷ്മാൻ്റെ മോന്തക്കെട്ടൊന്ന് പൊട്ടിക്കും. അതുവരെ ഉണ്ടാവും അവൻ്റെ ഇളക്കം. നീ ആദ്യം നടന്നു വച്ചേ. അവന്മാരെ തല്ലാൻ പോയിട്ട് അവസാനം നീ പണിയും മേടിച്ച് വരരുത്. ആദ്യം ഇവള് ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അല്ലടാ, ഈ റോഷൻ്റെ അച്ഛനോടും അമ്മയോടും നിനക്കല്ലേ പറഞ്ഞൂടെ? സെബാസ്റ്റ്യനെങ്കിൽ അവൻ്റെ എല്ലാ കൊള്ളരത്തിനുമൊക്കെ കൂട്ടി നിൽക്കും. പപ്പയും അമ്മയും അവൻ്റെ സൈഡിൽ നിന്നപ്പോഴാണ് ഞാൻ അങ്കിളിനെ വിളിച്ചെല്ലാം പറഞ്ഞതാ. പക്ഷെ അങ്കിളും അവൻ്റെ കൂടെയാണ്. നീ വിഷമിക്കണ്ട, നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഒന്നും കിട്ടിയില്ലേ നമുക്ക് അവന്മാർക്കിട്ട് കൊട്ടേഷൻ കൊടുക്കാം. എപ്പിടി? അത് വിളിക്കും. റീമേ, എന്താ മോളെ നീ ഇവിടെ നിന്നില്ലേ? എത്ര നേരം ഞാൻ വിളിക്കുന്നു? അതമ്മേ, ഞാൻ പെട്ടെന്നെന്തോ. അല്ല, അമ്മ എന്താ പറഞ്ഞേ? അപ്പം നീ ശരിക്കൊന്നും കേട്ടില്ല. അതും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ പോകാൻ പോകുക അത്രേ. അയ്യോ, ഇന്നോ? ഇന്നല്ല മോളെ, 28-നാണ് പോകുന്നത്. സുനിതേച്ചി കുറച്ച് മുന്നേ വിളിച്ചിരുന്നു. അക്കുൻ്റെ ലീവും തീരാനായെന്നാ പറഞ്ഞേ. കുറച്ച് കഴിയുമ്പോൾ രണ്ടും വരും. അപ്പം നമുക്ക് നേരിട്ട് ചോദിക്കാം. അല്ലമ്മേ, ആ ധ്രുവേട്ടനെ പറ്റിയൊരു വിവരമില്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് കണ്ടതുമില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ധ്രുവേട്ടൻ മാത്രമല്ല, ശ്രീയേട്ടനും അതെ. അന്ന് പോയാൽ പിന്നെ ഒരു മെസ്സേജ് പോലും ഇട്ടിട്ടില്ല. റാമല്ലേ, അങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ട് പോലും മൈൻഡില്ല. ജാട പോയു. നീ ഇതുവരെ പോയില്ലേ? പോയി പഠിക്കണ വേണേ. ഇല്ല, ചൂരലും കൊണ്ട് ഞാൻ അങ്ങ് വരും. നന്ദുനെ നോക്കി അമ്മ പറഞ്ഞതും അവൾ സാഡ് എക്സ്പ്രഷൻ വാരി വിതറി. അല്ലേലും മരുമകൾ വന്നപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളൊന്നും വേണ്ടല്ലോ. അമ്മയമ്മ പോലും മുഴുവൻ കാണിക്കുന്നത് എന്നോടാണ്. മൂക്ക് വലിച്ചുകൊണ്ട് നന്ദു പറയുന്നത് കേട്ട് അമ്മ അവളെ മൈൻഡ് പോലും ചെയ്യാതെ കറി ഇളക്കിക്കൊണ്ട് നിന്നു. കണ്ടോ, എനിക്കിവിടെ ഒരു വിലയുമില്ല. ഇനിയൊന്നും ഇവിടെ നിന്നാ ഈ ചൂട് ചട്ടക്കായിരിക്കും നിനക്ക് വില ഉണ്ടാക്കാൻ പോകുന്നത്.
അത് വേണ്ട പോയിക്കോടുന്ന് പഠിക്കേ. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കണ്ടുപിടിച്ചാൽ തല്ലിക്കൊല്ലണം. കോലമാടൻ നോക്കിക്കോ. എന്നെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ബാലപീഡനം എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. അതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് മോളിസ് നിന്നെ പോലെയുള്ള തള്ളമാർക്കല്ല. അമ്മ ഇത് നല്ല ഫോമിലാണല്ലോ. നോക്കിക്കോ അമ്മേ, ഇതിനൊക്കെ ഞാൻ പകരം വിട്ടു. കണ്ടോന്നും പറഞ്ഞ് നന്ദു വീണ്ടും മുങ്ങി. അവൾ പോയി കഴിഞ്ഞതും ഞങ്ങളോട് ചുമ്മാന്ന് കാട്ടിയിട്ട് അമ്മ ബാക്കി പണി കണ്ടിന്യൂ ചെയ്തു. ആർക്കെ പ്ലാൻ സക്സസ്. വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ഇഷാമിൻ്റെ ചാപ്റ്റർ ത്രിമൂർത്തീസ് ക്ലോസ് ചെയ്തു. സാലിം വന്ന് പറഞ്ഞത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ എന്തോ ചിന്തിക്കുന്ന ഋതിക്കിനെ കണ്ട് സാലിം അവൻ്റെ അടുത്തിരുന്നു. എന്താടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതിനവനില്ലെന്ന് തലയിട്ടിട്ട് സാലിമിന് നേരെ തിരിഞ്ഞു. റേ മരിച്ചിട്ടില്ല സാലിം. ആർക്കെ പറയുന്നത് കേട്ട് സാലിം ചാടി എണീറ്റു. വാട്ട്? എന്ത് ഭ്രാന്താ നീ പറയുന്നേ? നീ തന്നെയല്ലേ പറഞ്ഞേ അന്ന് റേയെ കൊണ്ടുപോയ ആംബുലൻസ് കത്തി നശിച്ചെന്നും അതിലുണ്ടായിരുന്ന 3 പേര് മരിച്ചെന്നൊക്കെ? ഞാൻ പറഞ്ഞത് സത്യ. റേയെ കൊണ്ടുപോയ ആംബുലൻസാണ് കത്തിയത്. അതിനുള്ളിലായിരുന്ന 3 പേര് മരിക്കുകയും ചെയ്തു. ബട്ട് ആ ടൈമിൽ ആംബുലൻസിനുള്ളിൽ റേയ്ക്ക് പകരം മറ്റൊരാളായിരുന്നു. അത്രയും പറഞ്ഞ് ഋതിക് പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് സാലിമിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൻഡ് സ്റ്റെല്ലയുടെ ഒത്തിരി റെസ്പെക്റ്റ് തോന്നുന്നു. സാലിം പറഞ്ഞതിന് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഋതിക് ടേബിളിൽ നിന്ന് വണ്ടിയുടെ കീ എടുത്ത് പുറത്തേക്ക് പോയി. നന്ദു, ഷെടാ, എന്നാൽ കൃത്യസമയത്ത് തന്നെ അമ്മ വന്ന് ഇടംകൂരിട്ടു. ആര്യൻ എന്ന പേര് കേട്ടപ്പോൾ അവർ ആകെ ഞെട്ടിയിരിക്കുമായിരുന്നു. അമ്മ ഇല്ലായിരുന്നതിൽ അപ്പം തന്നെ അവരെ കൊണ്ട് ഞാൻ എല്ലാം പറയിച്ചേനെ. ഇനി റേ ചേച്ചിയുടെ ഈ ഡയറിയിൽ മാത്രം എനിക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ. റേംബ്രോൻ്റെ റൂമിൽ നിന്നും അടിച്ചു മാറ്റി ഡയറി എടുത്ത് പിടിച്ച് ഓരോന്ന് ആലോചിക്കുമാണ് കോളിംഗ് ബെൽ അടിച്ചത്. വേണ്ട ഡയറി എടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ താഴേക്ക് ചെന്നതും വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടി നിന്നു. നിഹ ചേച്ചി. തുടരും. ആരാണ് നിഹ? ഈ പുതിയ കഥാപാത്രത്തിന് ഈ കഥയിലെ റോൾ എന്താ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. This is Miss Elsa signing out. Thank you for watching. Bye bye.